നമസ്കാരം, എല്ലാവർക്കും ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷനും വാങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. 2026 ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെ വാർഷിക മസ്റ്ററിംഗ് അഥവാ ജീവൻ രേഖ പരിശോധന നടത്താൻ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഈ വാർത്ത കേട്ടപ്പോൾ പലരും ചോദിക്കുന്നത് മസ്റ്ററിംഗ് എന്താണ്, ഇത് ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും, ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നാണ്. ഇന്ന് ഇതെല്ലാം വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് മസ്റ്ററിംഗ്? വളരെ ലളിതമായി പറഞ്ഞാൽ, സർക്കാർ നൽകുന്ന പെൻഷൻ ഇപ്പോഴും യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണോ ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിനുള്ള വാർഷിക പരിശോധനയാണ് മസ്റ്ററിംഗ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ജീവൻ രേഖ പരിശോധന. അതായത് പെൻഷൻ വാങ്ങുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്നും ഇപ്പോഴും പെൻഷന് അർഹനാണെന്നും ബയോമെട്രിക് സംവിധാനത്തിലൂടെ സർക്കാർ സ്ഥിരീകരിക്കുന്ന ഒരു നടപടിയാണിത്. ഇത് ഒരു പുതിയ പദ്ധതിയല്ല. എല്ലാ വർഷവും സർക്കാർ നടത്തുന്ന ഒരു പതിവ് പരിശോധനയാണിത്. ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, എന്നെ സർക്കാർ സംശയിക്കുന്നത് കൊണ്ടാണോ ഇത്? അല്ല, ഇത് ആരെയും സംശയിക്കുന്ന നടപടിയല്ല. സർക്കാർ നൽകുന്ന പൊതുപണം കൃത്യമായി അർഹരായ ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനുള്ള നടപടിയാണിത്. കാരണം ചിലപ്പോൾ മരിച്ചുപോയ ആളുകളുടെ പേരിൽ പോലും വർഷങ്ങളോളം പെൻഷൻ ലഭിച്ച സംഭവങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം തെറ്റുകൾ ഒഴിവാക്കാനും യഥാർത്ഥ ഗുണഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കാനുമാണ് ഈ പരിശോധന. ഇനി ആരൊക്കെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ, അതായത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ, കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരും ഈ നടപടിയുടെ ഭാഗമാകണം. ഇനി എവിടെയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്? സമീപത്തെ അക്ഷയ കേന്ദ്രത്തിലെത്തി ബയോമെട്രിക് പരിശോധന പൂർത്തിയാക്കാം. വിരലടയാളം ഉപയോഗിച്ചാണ് സാധാരണയായി പരിശോധന നടത്തുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സർക്കാർ നിർദ്ദേശപ്രകാരം മറ്റ് നടപടികളും സ്വീകരിക്കാം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മസ്റ്ററിംഗ് നടത്താനുള്ള കാലയളവ് ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെയാണ്. ഇതിനാൽ ഇനി സമയമുണ്ടല്ലോ എന്ന് കരുതി അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം അവസാന ആഴ്ചകളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സെർവർ തിരക്ക്, നീണ്ട ക്യൂ, സാങ്കേതിക പ്രശ്നങ്ങൾ ഇവയെല്ലാം അവസാന ദിവസങ്ങളിൽ സാധാരണയായി ഉണ്ടാകാറുണ്ട്. അതിനാൽ കഴിയുന്നത്ര നേരത്തെ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. വീട്ടിലിരുന്ന് മസ്റ്ററിംഗ് ചെയ്യാം, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, OTP പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള സന്ദേശങ്ങളിൽ ഒരിക്കലും വിശ്വസിക്കരുത്. സർക്കാർ ഒരിക്കലും ഫോൺ വിളിച്ച് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരുടെയോ OTP, ATM പിന്ന്, ബാങ്ക് പാസ്വേഡ് എന്നിവ ചോദിക്കില്ല. അത്തരം സന്ദേശങ്ങൾ വന്നാൽ ഉടൻ തന്നെ അവഗണിക്കുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുക. ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും അറിയണമെന്നില്ല. അവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ പോലും പോകാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാം. അതിനാൽ മക്കളും കൊച്ചുമക്കളും ബന്ധുക്കളും അയൽവാസികളും അവർക്ക് സഹായം ചെയ്യുക. ഒരു ദിവസം സമയം കണ്ടെത്തി അക്ഷയ കേന്ദ്രത്തിൽ എത്തിച്ചാൽ അവരുടെ ക്ഷേമ സംബന്ധിച്ചുള്ള പെൻഷനുകളും ആവശ്യമായ മറ്റു നടപടികളും നമുക്ക് എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. അതിനാൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, 2026 ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും വാങ്ങുന്ന എല്ലാവരും വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തിയാക്കുക. ഇത് സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അറിയിപ്പാണ്. ഈ വീഡിയോ നിങ്ങളുടെ വീട്ടിലെ പെൻഷൻ വാങ്ങുന്ന അച്ഛനും അമ്മയ്ക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കും നിർബന്ധമായും ഷെയർ ചെയ്യുക. ഒരുപക്ഷെ ഈ ഒരു ഷെയർ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാൻ ഒരാളെ ഓർമ്മിപ്പിക്കുകയും പിന്നീട് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും സഹായിച്ചേക്കാം. ഇത്തരം സർക്കാർ പദ്ധതികൾ, പെൻഷൻ അപ്ഡേറ്റുകൾ, റേഷൻ സംബന്ധമായ അറിയിപ്പുകൾ, പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ വാർത്തകൾ എന്നിവ അറിയാൻ ഇൻഫോ മീഡിയ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.